2026 സൂചനയാണോ ആന്റോ അഗസ്റ്റിൻ? 2025 സൂചന അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2025 സൂചന സോറി 26. ഈ 2016 പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് പി വി അൻവർ ശ്രീരാമകൃഷ്ണനേക്കാളും കൂടുതൽ 19,000 വോട്ടിൻ്റെ ലീഡാണ് നേടിയത്. ആ 19,000 ലീഡ് എന്ന് പറയുന്നത് പി വി അൻവർ സ്വന്തമായി കൊണ്ടുവന്ന വോട്ടാണ്. ആ സ്വന്തമായി കൊണ്ടുവന്ന വോട്ട് ഈ പറഞ്ഞ പി വി അൻവറിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ കോൺഗ്രസിന് ഈ പ്രാവശ്യം ഒരു സ്ട്രാറ്റജിക്കലി ഒരു തെറ്റുപറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അൻവറും ഈ യു ഡി എഫും ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ ഇതൊരു ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കോൺഗ്രസ്സിന് പറയാൻ കഴിയുമായിരുന്നു. കാരണം ഒരു 30,000 വോട്ടിന് മേലെ ഭൂരിപക്ഷം ആർക്ക് കിട്ടുമായിരുന്നു? യു ഡി എഫിന് കിട്ടുമായിരുന്നു. അതോടുകൂടി പറയാം 30,000 അല്ലെങ്കിൽ 40,000 വോട്ട് ഈ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാം. 2016 2021 ഈ പറയുന്ന 16,000 തുടങ്ങിയ ആദ്യത്തെ 2016 19,000 2021 14,000 വോട്ട് അൻവറിൻ്റെ സ്വന്തമായിട്ടുണ്ട്. ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കണം. ഈ പ്രാവശ്യം എന്താ സംഭവിച്ചത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്തതെന്ന് പറയുന്നത് 80,000 വോട്ട് യു ഡി എഫിനും 70,000 വോട്ട് എൽ ഡി എഫിനും 20,000 വോട്ട് പി വി അൻവറിനുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പി വി അൻവറിന് 20,000 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞത്? കാരണം അത് 20,000 വോട്ടോളം ഉള്ളത് പി വി അൻവർ സ്വന്തം വോട്ടാണ്. അത് 2016 ആയാലും 2021 ആയാലും 2026 ആയാലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണ്? ആ നാട്ടിൽ പി വി അൻവർ ഉണ്ടാക്കിയ ഒരു ഗ്രാസ് റൂട്ട് വർക്കിൻ്റെ ഭാഗമായി കിട്ടുന്നതാണ് ഈ 19,000 20,000 വോട്ട്. അത് പി വി അൻവറിൻ്റെ കയ്യിലുണ്ട്. ഇത് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ എന്ത് പറയാമായിരുന്നു? 30,000 അല്ലെങ്കിൽ 40,000 വോട്ട് എന്താണ് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാം. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പി വി അൻവറിൻ്റെ വോട്ട് പി വി അൻവർ കൊണ്ടുപോയി. അത് പി വി അൻവർ എൽ ഡി എഫിലെ ഭാഗത്തേക്ക് വന്ന സമയത്ത് പി വി അൻവർ കൊണ്ടുവന്ന വോട്ട് എന്ന് പറയുന്നത് പി വി അൻവർ തിരിച്ചു കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഞാൻ വിചാരിക്കുന്നത് 4,000 വോട്ട് മാത്രമാണ് ഈ ഭരണവിരുദ്ധ വികാരം. അല്ലെങ്കിൽ പി വി അൻവർ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പി വി അൻവർ കൊണ്ടുപോയ വോട്ട് 4,000 താഴെയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 4,000 താഴെ വോട്ട് എന്ന് പറയാൻ കാരണം 70,000 വോട്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എൽ ഡി എഫിന്. അത് 66,000 വോട്ടിലേക്ക് കുറഞ്ഞു. ആ 4,000 വോട്ട് ആര് കൊണ്ടുപോയിട്ടുണ്ട്? ഈ പി വി അൻവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? 2021 നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 66,670 പ്ലസ് 19,700 86,420 വോട്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയത്? 81,000 വോട്ടാണ്. അപ്പോൾ ആ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ പി വി അൻവറിന് സംഭവിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ സംഭവിച്ചിട്ടില്ല. അപ്പം ഈ മൊത്തത്തിൽ യു ഡി എഫിനെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്തിനാണ് പി വി അൻവറെ യു ഡി എഫിൻ്റെ ഭാഗമായി കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ 10,000 വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ. ആർക്ക്? ഈ പറഞ്ഞ കോൺഗ്രസിന്. പി വി അൻവറെ മാറ്റി നിർത്താം. പി വി അൻവർ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? പി വി അൻവർ യു ഡി എഫിൻ്റെ ഭാഗമല്ല. പി വി അൻവർ വി ഡി സതീശിനെതിരെയും പി വി അൻവർ ആര്യാട ഷൗക്കത്തിനെതിരെയും പി വി അൻവർ കോൺഗ്രസിനെതിരെയും പറഞ്ഞുകൂട്ടാണ് വോട്ട് പിടിച്ചത്. അപ്പോൾ എന്താണ്? പി വി അൻവർ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയാൽ ഇങ്ങനെ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ. ആ എൽ ഡി എഫ് യു ഡി എഫ് മത്സരത്തിൽ 10,000 വോട്ടിൻ്റെ ലീഡ് മാത്രമേ ഇട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൂടുതലല്ല. ഇപ്രാവശ്യം വോട്ട് ശതമാനം കൂടിയല്ലോ. വോട്ട് ശതമാനം കൂടിയതല്ല, എന്താണ് വോട്ടർമാരുടെ എണ്ണം കൂടിയല്ലോ. ആ വോട്ടർമാരുടെ എണ്ണം കൂടിയത് എവിടെയാണ് പോയേ? ആ വോട്ടർമാരുടെ എണ്ണം കൂടിയത് പി വി അൻവറെ മാറ്റി നിർത്തുക. പി വി അൻവർ എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന വോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വോട്ടിൻ്റെ എണ്ണം കൂടിയ വോട്ട് എവിടെയാണ് പോയേ? അതെവിടെ കാണണമായിരുന്നു? യു ഡി എഫിൻ്റെ ഭാഗത്ത് കാണാമായിരുന്നല്ലോ. 800 വോട്ട് കുറവാകണ്ടേ? അതെന്തുകൊണ്ട് കുറഞ്ഞില്ല? അതെന്തുകൊണ്ട് കുറഞ്ഞില്ല എന്ന് പറയാൻ കാരണമെന്ന് പറയുന്നത് അത് പറയാനുള്ള സംവിധാനം ഇപ്പം ഇല്ല എന്നുള്ളതാണ്. 8,000 വോട്ട് ബി ജെ പി പിടിച്ചു. അവരെ വോട്ട് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പി വി അൻവർ എൽ ഡി എഫിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന വോട്ടിൽ നിന്നും ഒരു വ്യത്യാസമില്ലാതെ അൻവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അൻവറിൽ 2016 2026 ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തരാണ്. കാരണം എന്തുകൊണ്ടാണ് വിഡ്ഢിത്തരം എന്ന് പറയാൻ കാരണം? 2026 ഇലക്ഷൻ്റെ സമയത്ത് 2016 2021 2026 അൻവറിൻ്റെ കയ്യിൽ അവിടെ 15,000 തുടങ്ങി 20,000 വോട്ട് വരെയുണ്ട്. അത് മാറ്റാനേ പറ്റില്ല. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് എത്ര പഞ്ചായത്തിൽ എത്ര വാർഡുകൾ ഒരു ബൂത്തിൽ 1,525 വോട്ടാണ് കിട്ടിയത്. അവിടെ ആരാ രണ്ടാം സ്ഥാനത്ത്? പി വി അൻവർ രണ്ടാം സ്ഥാനത്താണ്. വഴിക്കടവ് പഞ്ചായത്തിലെ 1ാമത്തെ ബൂത്തിൽ 2ാം സ്ഥാനത്ത് പി വി അൻവറാണ്. ആ 2ാമത്തെ സ്ഥാനത്ത് പി വി അൻവർ എങ്ങനെയാണ് വരിക? അവിടെ പി വി അൻവർ വോട്ടില്ലാതെ വന്നതാണോ? അതെങ്ങനെയാണ് വോട്ട് വന്നത്? അവിടെ വോട്ട് വന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണ്? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അതേ ബൂത്തിൽ അതേ വോട്ടെടുത്ത് നോക്കിക്കോളൂ. ഇതേ സെയിം വോട്ട് പി വി അൻവറിന് അവിടെ ഉണ്ട്. അത് എവിടുന്ന് കൊണ്ടുവന്നാ? അത് പി വി അൻവർ കൊണ്ടുവന്ന വോട്ടാണ്. വഴിക്കടവില് 35 വോട്ടിന്റെ ലീഡല്ല. അത് മൊത്തത്തിൽ ലീഡാണ്. ബൂത്തിലെ കാര്യം പറയുന്നത്. അല്ലല്ല, നിങ്ങൾ പി വി അൻവറും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി. വഴിക്കടവ് പഞ്ചായത്തിൽ പി വി അൻവറും കൂടി ഉണ്ട്. 6,000 വോട്ടിന്റെ ലീഡ് നിങ്ങൾക്ക് പറയായിരുന്നു. ഇപ്പൊ 1,800 ആ ബൂത്തിൽ കഴിഞ്ഞ തവണ 35 വോട്ട് മാത്രം
മാത്രം അല്ല ഒരു റൗണ്ട് ഫസ്റ്റത്തെ റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ PV അൻവർ 2ാം സ്ഥാനത്ത് വന്നു. ആ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാ 2ാം സ്ഥാനത്തിലെ 3ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? BJP കോൺഗ്രസ് നിന്നിരിക്കുന്നത്. ആ കോൺഗ്രസ് 1ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ 2ാം സ്ഥാനത്ത് PV അൻവർ വന്നു. അവിടെ LDF വന്നില്ലേ? കാരണം എന്താണ്? അവിടെ PV അൻവർക്ക് 18,000 വോട്ട് 16,000 വോട്ട്. അപ്പൊ PV അൻവർ അവിടെ ഒരു വോട്ടും ഇല്ലാതെ ജിമ്മി പറഞ്ഞു വരുന്നത്. അല്ല 2019 കഴിഞ്ഞ തവണ എവിടെ പോയി? ഇതേ വഴിക്കടവിൽ PV അൻവർ പ്ലസ് LDF വെറും 35 വോട്ട് ലീഡാണ്. വെറും ലീഡാണ്. അവിടെ 6,000 ഭരണവിരുദ്ധ വികാരം വന്ന നിങ്ങൾ അൻവറിനോട് കൂട്ടുന്നേ. നിങ്ങൾ 1800 പറയുന്നില്ലേ? അൻവറിനോട് കൂട്ടി അതിനേക്കാളും വലുതാവൂല അങ്ങനെയാണെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞ 7,000 ലീഡ് വന്നേനെ. കോൺഗ്രസിന് 7,000 ലീഡ് വന്നേക്കണേ. അൻവർ കോൺഗ്രസിന് നിങ്ങളിപ്പോ പറയുന്നത് ഇത് എത്ര ഞാൻ പറയാം. LDF ഭാഗത്ത് അൻവർ ഉള്ള സമയത്ത് 35 ലീഡ്, UDF ഭാഗം അൻവറെങ്കിൽ 7,000 ലീഡ് വന്നേലോ. അപ്പൊ അൻവറെ മാറ്റി നിർത്തണം. അപ്പൊ നിങ്ങൾ അൻവറിനെ കൂട്ടി ഭരണവിരുദ്ധ വികാരം 15,000 ആണോ 35,000 ആണോ? ഒറ്റ ജിമ്മി പറ. എന്റെ ഒറ്റ ചോദ്യമുള്ളൂ. PV അൻവർ പിടിച്ചത് ഭരണവിരുദ്ധ വികാര വോട്ടാണോ അൻവറിന്റെ സ്വന്തം വോട്ടാണ്? അപ്പൊ നിങ്ങൾ ആന്റോ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കിയത് 4,000 വോട്ട് CPM-ന്റെ ഇടതുപക്ഷത്തിന് പിടിച്ചിട്ടുണ്ട്. ബാക്കി 15,000 വോട്ട് PV അൻവർ പിടിച്ചിരിക്കുന്നത് UDF-ൽ നിന്നും PV അൻവറിന് കിട്ടേണ്ട വോട്ടുകളുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് സുചിയുടെ സമയം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് പറയുന്നത് കേരളത്തിൽ ഇപ്പൊ നിലമ്പൂർ മണ്ഡലത്തിൽ 10,000 വോട്ടിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം അൻവറിനെ കൂടെ കൂട്ടിപ്പിടിച്ച 30,000 വോട്ട് ഭരണവിരുദ്ധ വികാരമാണ്, അൻവറിന് അവിടെ വോട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയണം. അങ്ങനെയുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെയാണല്ലോ പറഞ്ഞത്. കൂടി വന്നപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അൻവർ പിടിച്ചതിനകത്ത് അൻവറിന്റെ വോട്ടും സർക്കാർ വിരുദ്ധ വോട്ടും ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളും ഉണ്ട്. അത് 4,000, മറ്റേത് 11,000, പിന്നെ 7. അങ്ങനെ കണക്കൂട്ടരുത്. ഒരു മിനിറ്റ്. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് എതിരോട്ടല്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ലീഗ് എതിരോട്ടല്ല. ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാർ അതിന്റെ എണ്ണം പറ. ഒരു ത്രികോണ മത്സരം അല്ലല്ലോ. നിങ്ങൾ ത്രികോണ മത്സരം കണ്ടിട്ടില്ലല്ലോ. LDF UDF ഡയറക്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പറയുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന്. വിരുദ്ധ വികാരത്തിന്റെ വോട്ടിന്റെ നമ്പർ പറ. എത്രയാ? ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമാണ് 10% ഉണ്ടോ? 5% ഉണ്ടോ? 10,000 മാത്രമല്ല. ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിക്കുമ്പോ PV അൻവർ പിടിച്ച വോട്ടിനകത്ത് ഭരണവിരുദ്ധ വോട്ടുണ്ട്. ഉണ്ട്. പറയാൻ പറ്റില്ല. ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. PV അൻവർ കൂടി UDF-നോടൊപ്പം വന്നിരുന്നെങ്കിൽ ഭൂരിപക്ഷം സർക്കാർ വിരുദ്ധ വോട്ടാണ്. ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന UDF-ന് ഒരു സ്ട്രാറ്റജിക്കൽ എറർ പറ്റി. ആ എറർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് കണക്കാക്കാത്ത 30,000 വോട്ട് മൊത്തം പറയണമായിരുന്നു. അത് പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അൻവർ ഒറ്റയ്ക്ക് ഒരെററും പറ്റിയില്ല. 10,000 പറഞ്ഞ കണക്ക് കിട്ടിയിട്ടുണ്ട്. Meet the editors.